ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഒരു സെല്ലൈഷൂസ് വ്ളോഗ്. അപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് ഒരു ഫേഷ്യൽ വീഡിയോ ആയിട്ടാണ്. അപ്പോൾ ഫേഷ്യൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മസ്തൂർദാൽ വെച്ചിട്ടുള്ളൊരു ഫേഷ്യലാണ്. അതായത് ചുവന്ന പരിപ്പ് എന്ന് പറയും. അത് നമ്മുടെ അങ്ങാടി ഷോപ്പുകളിൽ അതേപോലെ ആയുർവേദ കടകളിലൊക്കെ ആയിട്ട് കിട്ടും തോന്നുന്നു. ഞാൻ അവിടെ നിന്നാണ് മേടിച്ചത്. അപ്പോൾ ഈ ഒരു സംഭവം നമ്മൾ പാലിലിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് തിളപ്പിച്ച് ഒന്ന് വേവിച്ചെടുക്കണം. ഈ വേവാനധികം നേരമൊന്നും പിടിക്കില്ല. നന്നായിട്ട് വേവിച്ച് ഇതിലെടുത്ത് കുറച്ച് പാലതിൻ്റെ അടിയിൽ വെക്കണം കേട്ടോ. എന്നിട്ട് അത് നന്നായിട്ട് തന്നെ മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് അടിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ബാറ്റർ അവിടെ സെറ്റായിട്ടുണ്ട്. നിങ്ങൾക്ക് ഭയങ്കര കട്ടിയായിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് പാലൊഴിച്ച് അല്ലെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്ത് നിങ്ങളുടെ കൺസിസ്റ്റൻസിയിലാക്കിയെടുക്കാം. എന്നിട്ട് ഫസ്റ്റ് സ്റ്റെപ്പിനായിട്ട് ഇതെടുത്തിട്ട് കുറച്ച് നമ്മുടെ മുഖത്ത് അപ്ലൈ ചെയ്യുക, ഒരു ക്ലെൻസർ മാതിരി. നിങ്ങൾ കുറേ നാളായി ഫേഷ്യൽ ചെയ്തിട്ടുള്ളതെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫേഷ്യൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളി റിസൾട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഫസ്റ്റത്തെ സ്റ്റെപ്പ് നന്നായിട്ട് അതിനെ മസാജ് ചെയ്യണം. ഒരു 10-15 മിനിറ്റ് മസാജ് ചെയ്താലും ഒരു കുഴപ്പമില്ല. പക്ഷേ പിമ്പിൾസ് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ അധികം അങ്ങനെ മസാജ് ചെയ്യാൻ നിൽക്കരുത് കേട്ടോ. അപ്പോൾ പിമ്പിൾസിന് ഇറിറ്റേഷൻ ആവും. അപ്പോൾ പിന്നെ പിമ്പിൾസ് കൂടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ സ്ക്രബ്, പഞ്ചസാരയൊക്കെ ഭയങ്കര തരിയില്ലാത്തതൊക്കെ എടുക്കാൻ നോക്കാം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ നല്ല അടിപൊളി റിസൾട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി സെക്കൻഡ് സ്റ്റെപ്പിൽ ഇതേ പാക്ക് എടുത്തതിന് ശേഷം അതിനുള്ളിൽ കുറച്ച് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ഭയങ്കരമായിട്ട് കട്ടിയായിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് പാലും കൂടി ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ പിമ്പിൾസ് ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ പഞ്ചസാര ഇത്തിരി പൊടിച്ച്, വലിയ തരിയുള്ള പഞ്ചസാര ആണെങ്കിലും ഒന്ന് ചെറുതായിട്ടൊന്ന് പൊടിച്ച് ഇത്തിരി തരിയാക്കിയിട്ട് എടുക്കാൻ വേണ്ടി നോക്കാം കേട്ടോ. പിന്നെ സ്ക്രബ് ചെയ്യുമ്പോൾ കൂടുതൽ ബ്ലാക്ക് ഹെഡ്സ്, വൈറ്റ് ഹെഡ്സ് ഉള്ള ആൾക്കാർ അവിടെ നന്നായിട്ട് തന്നെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കണം. എന്നാലാണ് ആ ഒരു ബ്ലാക്ക് ഹെഡ്സ്, വൈറ്റ് ഹെഡ്സൊക്കെ പോകാൻ വേണ്ടിയിട്ട് അത് നന്നായിട്ട് തന്നെ ഹെൽപ്പ് ചെയ്യും കേട്ടോ. അതിനുശേഷം നന്നായിട്ട് തന്നെ നമ്മളൊന്ന് മസാജ് ചെയ്യുക. ഞാനിപ്പോൾ വീഡിയോ സ്പീഡിലിട്ടുകൊണ്ടാണ്, പതുക്കെ മസാജ് ചെയ്താൽ മതി കേട്ടോ. പിന്നെ എൻ്റെ സൗണ്ട് ഇങ്ങനെ ഇരിക്കുന്നെങ്കിൽ തൊണ്ടവേദനയായിട്ടാണ്. അപ്പോൾ അതൊന്ന് ക്ഷമിക്കണം കേട്ടോ. ഇനി നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്തതിന് ശേഷം, സ്ക്രബിങ് അധികം നേരം വെക്കാതിരിക്കുന്നതാണ് നല്ലത്, ക്ലെൻസിങ് പോലെയല്ല. അപ്പോൾ സ്ക്രബിങ് കുറച്ച് ഒരു 5 മിനിറ്റ്, ഒരു 3 മിനിറ്റൊക്കെ വെച്ചാൽ മതി. അതിന് ശേഷം നന്നായിട്ട് വാഷ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് കറക്റ്റ് റിസൾട്ട് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ കഴുകി കാണിച്ചു തരുന്നത് കേട്ടോ. അപ്പോൾ രണ്ടാമത്തെ സ്റ്റെപ്പ് എത്തിയപ്പോഴേക്കും നല്ല റിസൾട്ട് ഉണ്ട്. എൻ്റെ കഴുത്തിൻ്റെയും എൻ്റെ മുഖത്തിൻ്റെയും കളർ കണ്ടാൽ എനിക്കറിയാം ആ ഒരു റിസൾട്ട് കേട്ടോ. ഇനി നമുക്ക് ലാസ്റ്റ് ഫൈനൽ ഒരു പാക്കാണ്, ഒരു ഫേസ് പാക്കാണ്. അത് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്, അത് ആ ഒരു പാക്കിൻ്റെ ഉള്ളിലേക്ക് കുറച്ച് കാപ്പിപ്പൊടി ഇട്ട് കൊടുക്കാം. ചിലർക്ക് കാപ്പിപ്പൊടി അലർജി ഉണ്ടാവാം. അങ്ങനത്തെ ആൾക്കാർ കടലമാവ് എടുക്കാം. അതും അലർജിയുള്ള ആൾക്കാർ നിങ്ങൾക്ക് എന്താണ് സൂട്ടാവുന്നത് ആ ഒരു പൗഡർ എടുക്കാം കേട്ടോ. അത് നന്നായിട്ട് തന്നെ അപ്ലൈ ചെയ്യുക. ഒരു 10-15 മിനിറ്റ് നമ്മൾ അത് ഡ്രൈ ആവാൻ നിൽക്കരുത്. അതിന് മുമ്പ് കഴുകാൻ വേണ്ടി നോക്കാം. അപ്പോൾ നമുക്കൊന്ന് ഡ്രൈ ആയതിന് ശേഷം, അധികം ഡ്രൈ ആവാൻ നിൽക്കരുത്, അതിന് മുമ്പ് നമുക്ക് വാഷ് ചെയ്ത് കൊടുക്കാം. കണ്ട അടിപൊളി റിസൾട്ട് തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കി. മസ്തൂർദാലിൻ്റെ ഒരു ഫേഷ്യൽ അധികം വിലയൊന്നും മസ്തൂർദാലിന് വരുന്നില്ല. എല്ലാവരും നന്നായിട്ട് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ടാറ്റ ബൈ ബൈ, സീ യു, താങ്ക്സ് ഫോർ വാച്ചിങ്.